JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ഇന്നത്തെ ക്ലർക്ക് പരീക്ഷ എറണാകുളം വയനാട് ജില്ലയിൽ നടന്ന പരീക്ഷ, അതിന്റെ പ്രൊഫഷണൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ അവരവർക്ക് ലഭിച്ച മാർക്കുകളൊക്കെ തന്നെ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിച്ചിട്ടുള്ളത്. നമുക്ക് അതിന്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നത്, ഓരോരുത്തരും പറഞ്ഞ മാർക്കുകൾ എങ്ങനെയൊക്കെയാണ്, അത് ഓരോ വിഷയത്തിനും കിട്ടിയ മാർക്ക് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തെരഞ്ഞെടുത്ത് എഴുതുക. ഏതൊക്കെയാണ് ശരിയായവ? ഒന്നാമത്തേതും മൂന്നാമത്തേതുമാണ് ശരിയായത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മഹാരാജ കേരളവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയല്ലാത്തവ? ഒന്നാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതുമാണ് ശരിയല്ലാത്ത പ്രസ്താവന. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ശരിയായത്? ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതുമാണ് ശരിയായത്. അതായത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏത്? മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ഇൻസാറ്റ് 3DS. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റീരിയോസ്കോപ്പ്. സ്റ്റീരിയോസ്കോപ്പ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ കൊണ്ടൂര്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡോഡാപേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം നീലഗിരി കുന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം കൊൽക്കത്ത. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ മഴൽ നിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാറ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം മനു പഭാകർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? രണ്ടാമത്തേതാണ് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തത്. ഏതാണ്? രണ്ടാമത്തെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, നീതി ആയോഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയില് ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? വാണിജ്യ ബാങ്കുകള്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1, 2, 3. അടുത്ത ക്വസ്റ്റ്യൻ, പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ഒന്നാമത്തെ സ്ഥാനം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? അരവിന്ദ് പനഗാരിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നതിൽ ഏതാണ്? ആർട്ടിക്കിൾ 312. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റ് അധികാരികളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? 7ാമത്തെ പട്ടികയില്. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ്? 3 മാത്രം ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? 1, 2, 3 ശരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? 1, 2, 4 ശരിയാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ശ്രീ നരേന്ദ്ര മോദി. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ കിഷോർ മക്വാന. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യ വനിത പത്മ രാമചന്ദ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 309ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്?
കേരള ഗവൺമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെ? തണ്ണീർത്തടങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതിനായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാകുന്നു? ഷാബാനു കേസ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സമൂഹത്തില് വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസസ്ഥലത്ത് നിന്നും തന്നെ ഓൺലൈനായ കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ്? കാതോർത്ത് പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവയിൽ ആരാണ്? പി സതീദേവി. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തേതും നാലാമത്തേതും. അടുത്ത ക്വസ്റ്റ്യൻ, ജീവകങ്ങളും അവയുടെ പര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? 1ഉം 4ഉം എന്നിവ. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏത്? 2 മാത്രം. അതായത് വൈറസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? 4 മാത്രം. ഉയർന്ന രക്തസമ്മർദ്ദം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങളിൽ വരുന്ന ജോഡി ഏത്? 1 മാത്രം. എലിപ്പനി, ഡിഫ്തീരിയ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിന് ചികിത്സിക്കുന്ന സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? 2 മാത്രം. ഏതാണ്? നയനാമൃതം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡ് ഡൈഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് SPI? ഏതാണ്? 2 മാത്രം. ഏതാണ്? വരൾച്ച. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 2 മാത്രം. ഏതാണ്? 2 ഏതാണ്? IIT ബോംബെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 900 ഗ്രാം പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പിക്ക് 450 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിന് 300 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. ജലസാന്ദ്രത 1000 കിഗ്രാം സെന്റിമീറ്റർ മീറ്റർ ക്യൂബ് ആണ്. ഈ 2 പാക്കറ്റിലും ജലത്തിലിട്ടാൽ പി മുങ്ങുന്നു, ക്യൂ പൊങ്ങിക്കിടക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നതിൽ ഏതാണ്? ഇൻഫ്രാസൗണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള പ്രസിദ്ധമാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്? പിയറി അഗോസ്റ്റിനി, ഫെറൻക് ക്രൗസ്, ആൽ ഹുല്ലിയർ. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, രാജസ്ഥാനിലെ ജോഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകം ഏത്? ലിഥിയം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കാർബൺ ഡയോക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത്? ഫോമിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിന്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിന്റെ pH തിരിച്ചറിയുക. 7.4. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? 3ഉം 4ഉം. അതായത് ഇരുമ്പ് തുരുമ്പിക്കുന്നത്, മുട്ട തിളയ്ക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്ന ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു? കാർബൺ ഡയോക്സൈഡ് ദ്രാവകം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നാടൻ കലാരൂപം അല്ലാത്തതേത്? മുടിയേറ്റ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? അഭിനവ് ബിന്ദ്ര. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? BC ഗോപാലൻ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നതില്ല പരനുള്ളു കാട്ടുക നൊന്നുമേ നരനുപായം ഈശ്വരൻ ഇന്നു ഭാഷ ഇത് പൂർണ്ണമിങ്ങഹോ വന്നുപോ പിഴയും അർത്ഥശങ്കയാൽ ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയുത്തരം കണ്ടെത്തുക. കുമാരനാശാൻ, നളിനി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം 1998. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആര്? പാർവതി ബറുവ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി? കെ രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം?
ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെന്റ് ഉടമസ്ഥയുള്ള ക്ലൗഡ് സർവീസ് NIC. അടുത്ത ക്വസ്റ്റ്യൻ, IoT എന്നത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് MS Excel. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് WAN. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ദേശീയ പട്ടികജാതി കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ 1, 2, 3 and 4 ഇവയെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രകാരം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏത്? 1, 2, 3 and 4 ഇവയെല്ലാം ഇ കൊമേഴ്സ്, ഓൺലൈൻ പരാതി നൽകല്, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകല്, മധ്യസ്ഥതയിലൂടെയുള്ള തർക്ക പരിഹാരം. അടുത്ത ക്വസ്റ്റ്യൻ, പോക്സോ നിയമപ്രകാരം ശല്യമല്ലാത്ത പ്രസ്താവന ഏത്? പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര്? ജസ്റ്റിസ് S മണികുമാർ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര. അടുത്ത ക്വസ്റ്റ്യൻ, 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ വശത്തിന്റെ നീളം എത്ര? 50 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? 5000. അടുത്ത ക്വസ്റ്റ്യൻ, അച്ചുവിന്റെ വീടിന്റെ ചുമര തേയ്ക്കുന്നതിന് സിമന്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. അതിനായി 45 ചാക്ക് സിമന്റ് വാങ്ങി. എത്ര ചാക്ക് മണൽ വാങ്ങണം? 225. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങും ആക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെന്റിമീറ്റർ ആയി എങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളം എത്ര? 8. അടുത്ത ക്വസ്റ്റ്യൻ, 840 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? 6 മണിക്കൂർ. അടുത്ത ക്വസ്റ്റ്യൻ, രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 19. 2025 ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം ബുധനാഴ്ചയായാൽ അവസാന ദിവസം വ്യാഴമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ZCE. അടുത്ത ക്വസ്റ്റ്യൻ, 79 A Xന്റെ സഹോദരിയും X Yയുടെ മകളും Y Zന്റെ മകളും ആണെങ്കിൽ A യുടെ ആരാണ് Z? അമ്മമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ സമയം 4:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിൽ കോണളവ് എത്രയായിരിക്കും? 65. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, neither Mr. Gupta's son nor his daughter dash to the gym regularly. Goes. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, if she called me I dash the party would attend. അടുത്ത ക്വസ്റ്റ്യൻ, dash boy who talked to me yesterday turned out to be my old neighbor's son. The. അടുത്ത ക്വസ്റ്റ്യൻ, I would rather have tea dash coffee than. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. I am older than you. Aren't I? ഓപ്ഷൻ എ ആണ് ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, little Ann always dash to her older brother. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. looks up to. അടുത്ത ക്വസ്റ്റ്യൻ, Diana shows where the perfect dash to her entire outfit. Compliment. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the company gives bonus to its employees only dash because the management is not very generous once in a blue moon. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, substitute the underlined phrase with a suitable word from the following. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. atheist. അടുത്ത ക്വസ്റ്റ്യൻ, which of the following has the same meanings complete? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. whole. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയല്ലാത്ത രൂപം ഏത്? ജാള്യത. അടുത്ത ക്വസ്റ്റ്യൻ, മകൾ എന്ന അർത്ഥമുള്ള പദം ഏത്? തനയ. രവം വിപരീത പദം എഴുതുക. നീരവം. അടുത്ത ക്വസ്റ്റ്യൻ, അന്തചിത്രം ചേർത്ത് എഴുതുമ്പോൾ അന്തശ്ചിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ജ്ഞാനത്തിൽ ഉച്ചയുള്ളവൻ ഒറ്റപ്പദം ഏത്? ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക. കിങ്കരി. അടുത്ത ക്വസ്റ്റ്യൻ, അലിംഗ ബഹുവചനത്തിൽ ഉത്തരം എഴുതുക. മിടുക്കൻ അല്ല മിടുക്കർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാങ്മയം പിരിച്ചെഴുതുമ്പോൾ വാക് പ്ലസ് മയം. അടുത്ത ക്വസ്റ്റ്യൻ, നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? കുരുടന്മാരോടരുത്. ഇനി നമുക്ക് പരീക്ഷയെ കുറിച്ച് ഒരു വിലയിരുത്തലും കട്ട് ഓഫ് മാർക്കൊക്കെ എങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം. പൊതുവിജ്ഞാനം പൊതുവെ എളുപ്പമായിരുന്നു എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ എല്ലാം തന്നെ അഭിപ്രായം. 50 മാർക്കാണ് പൊതുവിജ്ഞാനത്തിന് ഉള്ളത്. അതിൻ്റെ അകത്ത് ഒരു 33 മാർക്ക് വരെ നേടാമെന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം പറയുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും പൊതുവിജ്ഞാനം പൊതുവെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. വളരെ ഈസി ആയിട്ട്
ആൻസറുകൾ ചെയ്യാവുന്നതായിരുന്നു. 33 മാർക്ക് വരെ കിട്ടാവുന്ന പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞു. അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങളിൽ ഒരു 20ൽ 12 മാർക്ക് നേടാമെന്ന് പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞു. വളരെ എളുപ്പമായിരുന്നു എങ്കിലും അത്ര കുഴപ്പമില്ലായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ. ഒരു 12 മാർക്ക് വരെ ആവറേജ് കുട്ടികൾ പറഞ്ഞു. അടുത്ത ഗണിതത്തെ സംബന്ധിച്ച് ഒരു 10ൽ 5 മാർക്ക് നേടാമെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് 10ൽ 5 മാർക്ക് നേടാമെന്ന് പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞു. മലയാളത്തിലെ 10 മാർക്കിൽ 5 മാർക്ക് നേടാമെന്നും പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞു. അപ്പോൾ പൊതുവെ എല്ലാവരും പറഞ്ഞിട്ടുള്ള ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിച്ചു. അവരുടെ എല്ലാം തന്നെ അഭിപ്രായം അനുസരിച്ച് ഒരു കട്ട് ഓഫ് മാർക്ക്, എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് 60നും 65നും ഇടയ്ക്ക് വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുന്നത് ഓരോ ജില്ലയിലും വരുന്ന ലിസ്റ്റിനെ ആസ്പദമാക്കിയാണ്. എത്ര പേരുടെ ലിസ്റ്റാണ് ഇടുന്ന ഉദ്ദേശിക്കുന്നത് എന്നനുസരിച്ച് കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാലും പരീക്ഷ എഴുതിയ ഒരു പരിധി വരെയുള്ള എന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായത്തിൽ നിന്ന് ഒരു ആവറേജ് 60നും 65 മാർക്കിന് ഇടയ്ക്കാണ് എല്ലാ കുട്ടികൾക്കും വിളിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം തന്നെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് ഒരു 60നും 65നും ഇടയ്ക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പരീക്ഷ വളരെ എളുപ്പമായിരുന്നെന്നും അതുപോലെ തന്നെ എല്ലാവർക്കും കട്ട് ഓഫ് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്നും അതുപോലെ തന്നെ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് എത്താൻ സാധിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.